ഭരണം മാറിയാലേ നല്ലത്. ഒന്ന് ഇതേ ഭരണമാണെങ്കിലേ ഈ സ്ഥിതി തന്നെ ആവുള്ളൂ. ഇല്ല 2 കൊല്ലം കൂടി അത് ആധാർ കാർഡിലാണ് പൈസ ആയി. നമ്മള് പണ്ടൊക്കെ ഈ ആധാർ കാർഡിൽ കാണാൻ എഴുതിയിട്ടേ ഇപ്പൊ പൈസ അറിയാത്തമാർക്ക് അറിയാണ്. പെൻഷനൊന്നും കിട്ടിയിട്ടില്ല. ഭരണത്തിന്റെ അല്ല, ഇപ്പൊ ആര് വന്നാലും ഇങ്ങനെ തന്നെയല്ലേ ഇവിടെ ചെറുറോഡ് ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നം ക്ഷേമനിധിന്റെ കാര്യം, അത് വേറെ വശം. ഇപ്പൊ നിർബന്ധിത ക്ഷേമനിധി ആക്കുമല്ലേ. ഇപ്പം ഞങ്ങൾക്കത് ഇതുവരെ മറ്റേ നിർബന്ധിതം അല്ലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് നിർബന്ധമായിട്ടും ടെസ്റ്റ് എടുക്കുമ്പോഴത്തേനും ക്ഷേമനിധി കെട്ടിയിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ നിലവിലെത്തി. അത് കാരണം ഞങ്ങൾക്കിപ്പോൾ ഒരു ടെസ്റ്റിൻ്റെ എല്ലാ പണിയും കൂടെ അതിനുപരി ഒരു 15,000 രൂപ ഇഷ്ടമാണ്. ഇപ്പോൾ 15 കൊല്ലത്തെ ടാക്സ് മൊത്തത്തിൽ കെട്ടിയിട്ട് വേണം. അതല്ല പ്രശ്നം എന്താണെന്ന് അറിയാം. ഇപ്പം എന്നാ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ക്ഷേമനിധി ആണെങ്കിൽ ഇന്ന് തൊട്ടുള്ളത് നമുക്ക് കെട്ടാം. വണ്ടിക്ക് കെട്ടുമ്പോൾ വണ്ടി എത്ര നാളത്തെ പഴക്കമുണ്ടോ അത്ര നാളത്തെ കെട്ടണം. അപ്പോൾ അതിനകത്ത് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 കൊല്ലത്ത് ഒരുമിച്ച് കെട്ടണം. പക്ഷെ അതിന് ഗഡുക്കളായിട്ട് കെട്ടിയ പോലെ 15 കൊല്ലത്ത് ഒരുമിച്ച് കെട്ടണം. പിന്നെ നമുക്ക് മെച്ചെന്ന് പറഞ്ഞാൽ ഡ്രൈവർ ക്ഷേമനിധി. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ ക്ഷേമനിധി ഇപ്പോൾ ഒരു 3 കൊല്ലം കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഈ 15 കൊല്ലത്തെ വണ്ടിയുടെ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ കെട്ടിയിട്ട് നമുക്ക് ഒരു ഉപകാരമില്ലാത്തൊരു കേസാണ് ഓണർ ക്ഷേമനിധി. അവിടെ എന്താ കാര്യമുള്ള? അതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം. പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ, ഇത് ഓടിയിട്ട് എന്ത് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ആനട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദോസ്തുകൾ ഇന്നലെ വന്നായിരുന്നു. അവർ അങ്ങോട്ട് കഴിയപ്പോൾ പറയാം ഇത് ഞങ്ങളുടെ റോഡാന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അവിടെ റബ്ബറൈസ് റോഡ്, ഒരു കട്ടറില്ല, ഒന്നുമില്ല. തമിഴ്നാട്ടിൽ കയറി നമ്മളിവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. വണ്ടി മൊത്തം പണിയെടുത്തിട്ട് മണ്ണാക്കാട്ട് പോയാലും പ്രശ്നമാണ്, ഇങ്ങോട്ട് പോയാലും പ്രശ്നമാണ്. എങ്ങോട്ട് ഓടിയാലും ഇങ്ങനെ തന്നെ അവസ്ഥ.